ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ നമുക്കറിയാത്ത കുറച്ച് കാര്യങ്ങളെ പറ്റിയിട്ട് ഗബ്രി സംസാരിച്ചതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഗബ്രിക്ക് 13 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അതിൽ അതിശയിക്കാനൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ എനിക്കും വന്നിട്ടുണ്ട്, ലച്ചുവിനും വന്നിട്ടുണ്ട് പാനിക് അറ്റാക്ക്. ബിക്കോസ് ആ ഒരു മെൻ്റൽ പ്രഷർ ഇസ് ടു ഹൈ. അപ്പം ഗബ്രി പറയുന്നുണ്ട് 13 പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ടുണ്ട്, ആൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു എന്നുള്ളത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ജാസ്മിനോടുള്ള ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇപ്പം പറയാൻ അറിയത്തില്ല. ആൻഡ് ആൾ പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട്, എനിക്ക് ഫോൺ അധികം നേരം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, കയ്യിൽ കിട്ടിയാലേ പുറത്ത് പ്രേക്ഷകരുടെ കാര്യം എന്താണെന്ന് അറിയുള്ളൂ. അതേപോലെ ഞാനും ജാസ്മിനായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, ഹൗസിലെ കണ്ടസ്റ്റൻസിനോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത്. പ്രേക്ഷകർ എന്താണ് ഇവിടെ പറയണമെന്നുള്ളത് പാവം അതറിയാൻ പോകുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് ഫോൺ കയ്യിൽ കിട്ടാത്തതുകൊണ്ടും സോഷ്യൽ മീഡിയയിലൂടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടും എവിടെ എങ്ങനെ ക്ലാരിറ്റി മറുപടി കൊടുക്കണമെന്ന് ക്ലാരിറ്റി ഇല്ലായ്മയാണ് എൻ്റെ ക്ലാരിറ്റി എന്നുള്ള നെയിം ടാഗോടുകൂടി നടക്കുന്ന ഗബ്രിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആൻഡ് പിന്നെ പുള്ളി ഫുൾ ലാലേട്ടനോടും ഒക്കെ ലാലേട്ടൻ്റെ ഡയലോഗൊക്കെയാണ് പറയുന്നത്. കാരണം ലാലേട്ടൻ പറഞ്ഞിട്ട് എന്തിട്ട് സന്തോഷത്തിന് അധികം എടുത്തു വയ്ക്കുകയും സങ്കടത്തെ അധികം സങ്കടപ്പെടുകയും ചെയ്യരുത്, ബാലൻസ് ചെയ്ത് പോവുക തന്നെ വേണം. ആൻഡ് സൈക്കോളജിസ്റ്റാണ് ഇതിനൊക്കെ പണി കൊടുത്തത്, സൈക്കോളജിസ്റ്റാണ് പറഞ്ഞു കൊടുത്തത്. ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഗബ്രിയുടെ ക്ലാരിറ്റി എന്ന്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തത് നല്ലൊരു ബന്ധമാണെന്ന് പറയുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പാന്ന് പറയുന്നത്, ഫ്രണ്ട്ഷിപ്പിന് മേലെയാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗൈസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു 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 ഇത് നമുക്ക് പറയാൻ പറ്റില്ലേ? ബ്രദർ ആണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും, ഫ്രണ്ട് ആണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും, ക്രഷ് ആണെങ്കിൽ പെട്ടെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ നിർവചിക്കാനാവാത്ത അഗാധ പ്രണയങ്ങളിലൂടെ ഇങ്ങനെ ആടി ഒലഞ്ഞിങ്ങനെ പോകുന്ന ലൈക്ക് പ്രണയത്തിനേക്കാൾ മേലെയുള്ളൊരു ഫീലാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്സിന് മേലെ ക്രഷിന് താഴെ, അല്ലെങ്കിൽ ഫ്രണ്ട്സിന് മേലെ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഡയലോഗൊക്കെ ഇല്ലേ, അതൊക്കെയാണോ എനിക്ക് എന്തോ മനസ്സിലാവുന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ ലവ് യു പറയുന്നു, പുറത്തിറങ്ങിയിട്ട് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിക്കാമെന്ന് പറയുന്നു, ലൈക്ക് യുനോ. ആൻഡ് അപ്പം തന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നു എനിക്കിഷ്ടമാണ് പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഏതോ എനിക്കറിയത്തില്ല, മൊത്തം ഇങ്ങനെ വരാല് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗബ്രി. എനിക്ക് തോന്നുന്നു ജാസ്മിനോടെയും പുറത്തിറങ്ങി സംസാരിച്ചിട്ട് ഒരു ഫൈനൽ തീരുമാനം പറയാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇപ്പോഴും ആൾ ഫ്രണ്ട് അല്ലെങ്കിൽ അവിടെ ഇവിടെയും ഇങ്ങനെ വിട്ടുകൊടുക്കാതെയാണ് സംസാരിക്കുന്നത്. സൈക്കോളജിസ്റ്റ് പറഞ്ഞു കൊടുത്ത ഒരു മറുപടി തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ആൻഡ് കുറേ ഇങ്ങനെ എന്താ ആറ്റിറ്റ്യൂഡോടുകൂടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഒരു സർക്കാസം ആറ്റിറ്റ്യൂഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്, ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഇവർ പുറത്തിറങ്ങിയപ്പോൾ കാത്തിരിക്കണം ആ ഒരു വർത്താനമൊക്കെ പറഞ്ഞപ്പോഴും ഇവർക്കൊരു ഐഡിയ എന്തായാലും ഉണ്ടാവും ഗൈസ്. അപ്പം വിമർശകരോട് ഗബ്രിക്ക് സ്നേഹം മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലൈങ് കിസോട് കൂടിയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ആള് ചോദ്യങ്ങളുടെ മുന്നിൽ പതറാതെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നുണ്ട്. ആൻഡ് വേറൊരു ഇത് ടയേർഡാണ് അധികം സംസാരിക്കാൻ. അതെനിക്ക് തോന്നുന്നു പുള്ളി പറഞ്ഞ പോലെ തന്നെ ഫോൺ നോക്കിയിട്ടില്ല, പ്രേക്ഷകർ എവിടെയൊക്കെ എന്തൊക്കെയാണ്. പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കേട്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നത്. കാരണം എന്ന് വെച്ചാൽ പുറത്തോട്ടൊരു കുണുവാവ എഫക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം സൈക്കോളജിസ്റ്റ് സേവ് ചെയ്യാനായിട്ടുള്ളൊരു റിപ്ലൈ ആണ് നമ്മുടെ ഗബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. കാരണം ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്. അതായത് ഈ സംസാരിക്കുന്ന ഞാനില്ലേ, ഇതെല്ലാം ഞാൻ, ആ ഒരു അവസ്ഥയിലാണ് ഗബ്രി പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. കൊള്ളാം.